ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെ ഈ ആഴ്ച സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരുന്നു കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ മറക്കേണ്ട. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. എൻ്റെ വീഡിയോസിൽ ഉണ്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വ്യക്തിപരമായിട്ട് എന്നോട് സൂചിപ്പിക്കുന്നവരുണ്ട്. തെറ്റുകളും കുറവുകളൊക്കെ നമ്മോട് പറയുന്നവരാണ് നമ്മൾ അത്രയേറെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ എൻ്റെ കുറവുകൾ എന്നോട് സൂചിപ്പിക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വെള്ളയപ്പവും ചിക്കൻ കറിയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും മറുവാൻ എന്നോട് പറഞ്ഞത് അവനതൊന്നും വേണ്ട, എനിക്കൊന്ന് മുട്ട മറിച്ചത് കഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ അതാണ് കേട്ടോ അവന് ഉണ്ടായിക്കൊടുത്തത്. മുട്ട അല്പം പഞ്ചസാരയും പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മുട്ട മറിച്ചത് റെഡിയായി. അപ്പോൾ ഇടയ്ക്ക് നല്ല മൂടൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തന്നെ സ്കൂളിൽ പോകും. അപ്പൂൻ്റെ എക്കോ ക്ലബിൻ്റെ ബാഡ്ജാണ് കേട്ടോ ഇത്. അപ്പൂൻ്റെ സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടെ കുട്ടികളെ കൂട്ടിയിട്ട് പ്രകൃതിയിലേക്കൊക്കെ കൊണ്ടു ചെല്ലാറുണ്ട്. ഈയിടെയായിട്ട് കുട്ടികളൊക്കെ മാടായിപ്പാറയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ പരിസ്ഥിതിയായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇവരുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഗവൺമെൻറ് UP സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നത് അപ്പുവാണ് കേട്ടോ. ബാക്കി എല്ലാവരും അപ്പു തന്നെ CBSE സിലബസിലാണ് ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ സെറ്റിൽഡായ സമയത്ത് ഹസ്ബൻഡാണ് പറഞ്ഞത് എനിക്ക് കുട്ടികൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കട്ടെ എന്ന്. ഞങ്ങൾ അവരെ സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശങ്കയൊക്കെ ആയിരുന്നു കേട്ടോ ഇവരുടെ പഠനം എങ്ങനെ പോകുന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ പഠന പ്രവർത്തനങ്ങളും പഠനേതര പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്ര മികച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് പഠിച്ച ആളാണ്. പക്ഷെ നമ്മൾ ചെറുപ്പകാലത്തിലുണ്ടായതിനേക്കാൾ എത്രയോ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നതെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നാറ് നമ്മൾ കുട്ടികളെ ഏത് സ്കൂളിൽ അയച്ചാലും വീട്ടിൽ നിന്ന് അവരെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഠനം കുറച്ചുകൂടി മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നല്ല നല്ല അധ്യാപകരാണല്ലേ നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നതും അതുവഴി നല്ലൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാനും സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ നല്ല നല്ല അധ്യാപകരുണ്ടാകട്ടെ, നല്ല മനുഷ്യരായിട്ട് മക്കളൊക്കെ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും എന്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങളുടെ സംഭവ വികാസങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ മാസിന് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഡേവിത്ത് മാസിൻ എന്ന പേരിലുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എനിക്കിത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. ആ ഒരു സമയത്ത് മാസിന് ആക്സിഡൻ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ബൈക്കിൻ്റെ ബ്രേക്ക് പോയി, പിന്നെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് ബൈക്ക് ചെറുതായിട്ട് ഒന്ന് സ്ലിപ്പായി പോയതാണ്. അപ്പോൾ അവൻ്റെ കൈയും കാലൊക്കെ മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നാക്കിയത്. അന്നത്തെ രാത്രിൻ്റെ പിറ്റേന്ന് തന്നെ ഉമ്മയും ഉപ്പയും അനിയത്തിയും അനിയൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാസിനെ കാണാൻ. പിന്നെ മാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യാസീൻ്റെ ഉമ്മയും ഉമ്മമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത്തിരി മുറിവും കാര്യങ്ങളൊക്കെയാണ്. അതായിരുന്നു ഒരു ആശ്വാസം. അപ്പോൾ മാസിന് അല്പം ഒന്ന് സുഖമായിട്ട് വരുമ്പം തന്നെ അവന് പുറത്തേക്കൊക്കെ ഇറങ്ങാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങി. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിട്ട് ഞാനും മാസിനും തന്നെയായിരുന്നു കേട്ടോ ആ സമയത്ത് ഷോപ്രിക്സിലൊക്കെ പോയതും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നതും മാസിൻ തന്നെയായിരുന്നു ഡ്രൈവൊക്കെ ചെയ്തത്. ചിലരൊക്കെ ആക്സിഡൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യാനൊക്കെ പേടി തോന്നാറുണ്ട് ചിലർക്കൊക്കെ. അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കാറുമില്ല, ഇനിയിപ്പോൾ നീ ഡ്രൈവ് ചെയ്യേണ്ട കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആയി എന്ന് കരുതിയിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണല്ലേ. അപ്പോൾ എന്താ, നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മൾ തലച്ചോറിന് മനസ്സിലായി കാണും. അപ്പോൾ അത് കുറെ കൂടി നന്നായിട്ടേ നമ്മൾ ഡ്രൈവ് ചെയ്യാനും പോകും. നമ്മളങ്ങനെ ഡ്രൈവിങ് ചെയ്യണ്ടെന്നൊക്കെ കരുതിയാൽ പിന്നെ കാലകാലം വീട്ടിൽ തന്നെ ഇരിക്കും.
മാജിക്ക് സേപ്പൂരി പാനിപൂരി ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പഴയങ്ങാടിയിൽ നിന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് കേട്ടോ മാജിന് മാംഗ്ലൂരേക്ക് മടങ്ങുന്നത്. മാജി പോകുന്ന സമയത്ത് ഞാൻ അവന് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് തന്നെ ചെമ്മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ചെമ്മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്തതും ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ചെമ്മീൻ ഉണ്ടപ്പുട്ട് തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് അതിനായിട്ട് പച്ചരി കുതിരാനിട്ടിട്ടുണ്ട്. പച്ചരി നന്നായി കഴുകി എടുത്തിട്ടാണ് കേട്ടോ കുതിരാനിട്ടത്. അന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും മാസിനും ചേർന്ന് കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളുണ്ടായിരുന്നു. നമ്മൾ ഈ ഉണ്ടപ്പുട്ട് തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ചെമ്മീൻ ചെറിയ ചെമ്മീനാണെങ്കിലാണ് കേട്ടോ കുറെ കൂടി നല്ലത്. ഞാൻ നന്നായി വൃത്തിയാക്കി എടുത്ത ചെമ്മീൻ മുളകും ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുതിർത്ത പച്ചരി അരമണിക്കൂറിന് ശേഷം അതൊന്ന് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ജീരകവും തേങ്ങയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ മസാല റെഡിയാക്കേണ്ടതുണ്ട്. ഇതിനായി സവാള വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പോയി ചോറുണ്ടിട്ട് വന്നത്. ഞാനും മാസിനും ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഉള്ളി വഴലുന്ന സമയം കൊണ്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മസാല ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇതൊക്കെ ചേർത്തെടുത്തിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത പച്ചരിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത്തിരി പത്തിരിപ്പൊടിയോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നന്നായി കുഴച്ച് ഉരുളയാക്കി വെക്കണം. നമ്മൾ ഈ കൈവെള്ളയിൽ തന്നെ ഈ ഉരുളകൾ എടുത്ത് പരത്തി അതിനകത്തേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് വീണ്ടും ഉരുളകളാക്കിയെടുത്ത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് പൊതിഞ്ഞെടുത്ത് നല്ല റഫേലെ പോലെ ഉണ്ടല്ലോ ഇത് കാണാൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ ചെമ്മീനുണ്ടൊക്കെയുള്ള സംഭവം റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിഭവമാണ്. ഇത് ഓയിലിലൊന്നും വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ജസ്റ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. മാജിന് വൈകുന്നേരത്തെ ട്രെയിനിനാണ് പോകുന്നത്. അവന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി ബാഗിലൊക്കെ വെച്ചിട്ട് അവനെ കാത്തിരിക്കുകയാണ്. അവന് വൈകുന്നേരം ആയപ്പം വേറൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പഴയങ്ങാടി വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയത്, അവനെ യാത്രയാക്കിയതൊക്കെ. പിന്നെ അങ്ങനെ മാസിൻ പോയിട്ടുണ്ട്. മാസിൻ പോയ പിറ്റേന്നത്തെ ദിവസമാണ് ഞാനിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം മറുവാൻ അന്ന് വെള്ളയപ്പമൊന്നും കഴിക്കാതെയാണ് സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞില്ല. അവന് എന്തോ അന്ന് നല്ല സുഖമില്ലാത്തതിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് മറുവാന് വയ്യ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്.
അങ്ങനെ മറുവാനെ സ്കൂളിൽ നിന്ന് കൂട്ടി നേരെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അനിയത്തിയുടെ വീട്ടിൽ പോയി മറുവാൻ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അനിയത്തി ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അനിയത്തിയുടെ മക്കൾ ഓരോരുത്തരായിട്ട് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയും പലഹാരമൊക്കെ റെഡിയാക്കിയാണ്. മൂത്തമ്മ കൂട്ടാൻ പോയി. ബോണ്ടയാണ് ഞങ്ങൾ റെഡിയാക്കിയത്. അപ്പോൾ മക്കളൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പവും ജാസ്മിയും വരേണ്ട സമയമാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഒത്തിരി ഇഷ്ടത്തോടെ എൻ്റെ വീഡിയോ കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അഭിപ്രായങ്ങൾ നേരിട്ട് പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.